മാനവികതയും മതേതരത്വവും കേരളത്തിന്റെ മുഖമായത് പുസ്തക വായന സംസ്കാരത്തിലൂടെയാണെന്ന് എഴുത്തുകാരനും ഗാനരചയിതാവുമായ കെ ജയകുമാർ. കൊല്ലം വി പാർക്കിൽ തലമുറകളുടെ വായനാ സംസ്കാരം നിലനിർത്തുന്നതിനായി പി.എൻ. പണിക്കർ ഫൗണ്ടേഷനും ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച തരംഗം എഴുത്തും വായനയും പ്രതിമാസ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായിക്കപ്പെടുമ്പോഴാണ് എഴുത്ത് സാർത്ഥകമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തെ, കാലഘട്ടത്തെ തിരിച്ചറിയാനൊക്കെ വായനയാണ് അനിവാര്യം. മാധ്യമം ഏതായാലും വായന നന്നായാൽ മതിയെന്ന കെ ജയകുമാർ പറഞ്ഞു. കൊല്ലം വി പാർക്കിൽ പി.എൻ. പണിക്കർ ഫൗണ്ടേഷനും ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച തരംഗം എഴുത്തും വായനയും പ്രതിമാസ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല വേറെ ഒരുപാട് മറ്റരായിട്ടുള്ള ആളുകളുടെ സാമൂഹിക ബോധത്തോടുകൂടി കേരളത്തിന്റെ ഒരു നവകേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി വായനയിലൂടെ, അറിവിലൂടെ ഒരു പുതിയ കേരളം എത്തിപ്പെടുത്താൻ അന്നേ പരിശ്രമിച്ചെടുക്കാൻ ആ പുതിയ സ്മരണ നിലനിർത്താൻ ഈ വായന ഉണ്ടാകട്ടെ. കേരളം പല കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയില്ല. വളരെ പിന്നിലുമാണ് ചില കാര്യത്തിൽ, സാമ്പത്തികമായ കാര്യത്തിലൊക്കെ. പക്ഷേ വായന ചില ഭേദങ്ങൾ നമ്മളുടെ ചിന്താ പദ്ധതിയിലൊക്കെ തന്നെ ഒരു വിശാലതയും ഒരു മാനവികതയും ഒരു മതേതരത്വവും ഒക്കെ നമ്മുടെ ഏക്കത്തിൽ അലക്ഷിച്ചു. അതിനൊക്കെ കാരണം നമ്മൾ വായനയിലൂടെ ഒരു പുതിയ ലോകം കണ്ടുവരുന്നതാണ്. വായനയുടെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ പിന്നെ കുഞ്ഞുണ്ണി മാഷത്തെ കൊട്ടേഷനൊക്കെ നമുക്ക് പറയാമെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു കൊച്ചു കാര്യമല്ല, ഒരു പുതിയ രീതിയിൽ അതിനെ കാണാൻ ഞാൻ ശ്രമിക്കുന്നു. ഈ പുസ്തകങ്ങൾക്കകത്തൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്, എന്തിനാണ് വായിക്കുന്നതെന്ന് ചോദ്യമാണ് ചില കുട്ടികളുടെ ചോദ്യം. ഈ പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത് എന്താണ്? ഒരാളിൻ്റെ ഒരു ലേഖന സമാഹാരം വായിച്ചു, അല്ലെങ്കിൽ ഒരു കഥ വായിച്ചു, അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചു. വേറെ ഏതോ ഒരു വ്യക്തി, ഒരു എഴുത്തുകാരൻ, അയാൾ വായിച്ചിട്ടുള്ള അനേകം പുസ്തകങ്ങളുടെയും അയാളുടെ ജീവിതാനുഭവങ്ങളുടെയും എല്ലാം അതിൻ്റെ ഒരു സഞ്ചിതമായിട്ടുള്ള, അതൊക്കെ പ്രോസസ്സ് ചെയ്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് നമ്മളോട്. കെ ജി അജിത് കുമാർ, സംഘാടക സമിതി കൺവീനർ കെ എസ് ജ്യോതി, ഡോക്ടർ ആർ മണിയപ്പൻ, ജി ആർ കൃഷ്ണകുമാർ, എസ് കെ പത്മജ, ബി ഉത്തമൻ, എ എസ് സുഗതകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.